നമസ്കാരം, നിങ്ങൾക്കെല്ലാവർക്കും പാർട്ട് ടൈം ട്രേഡറിൻ്റെ ഒരു പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമുക്ക് ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ നമുക്ക് കൺസിഡർ ചെയ്യാൻ സാധിക്കുന്ന ഒരു സ്റ്റോക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സ്റ്റോക്കിൻ്റെ പേര് മണപ്പുറം ഫിനാൻസ്. അപ്പം എല്ലാവർക്കും പരിചയമായിട്ടുള്ള ഒരു സ്റ്റോക്കാണ് മണപ്പുറം ഫിനാൻസ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിൻ്റെ അകത്തിട്ട് ലോങ് ടൈമിലേക്ക് എൻട്രി കൺസിഡർ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം ഇത് എൻ്റെ അനാലിസിസ് ആണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും ഇത് ഫോളോ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം നമ്മൾ മണപ്പുറം ഫിനാൻസിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഇത് ഒരു ഫിനാൻഷ്യൽ സെക്ടറിൽ വരുന്ന കമ്പനിയാണ്. അതുപോലെ തന്നെ സ്മോൾ ക്യാപ് കമ്പനിയാണ്. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ലാസ്റ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് 115 രൂപ 10 പൈസയ്ക്കാണ്. അപ്പം ഇതിൻ്റെ ചാർട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഇപ്പം ഇതിൻ്റെ 1 ഇയർ ചാർട്ട് നോക്കുകയാണെങ്കിൽ 1 ഇയറിൽ ഇത് ഈ മണപ്പുറം എന്ന സ്റ്റോക്ക് 224 ഹൈ ടച്ച് ചെയ്തിട്ട് ലോ ആയിട്ട് 109 ടച്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ 52 വീക്ക് ലോയിനോട് ചേർന്ന് തന്നെയാണ് സ്റ്റോക്ക് ഇപ്പം ക്ലോസ് ചെയ്തിരിക്കുന്നത് 115. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് എൻട്രി കുറച്ച് സ്റ്റോക്ക് വേണമെങ്കിൽ പോർട്ട്ഫോളിയോയിൽ ആഡ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഇൻട്രൻസിക് വാല്യൂ അതുപോലെ തന്നെ റിട്ടേൺ ഓഫ് ഇക്വിറ്റി FD ആയിട്ട് കമ്പയർ ചെയ്യുമ്പം അതുപോലെ തന്നെ ഡിവിഡൻഡ് റിട്ടേൺ ഇപ്പം എൻട്രി കൺസിഡർ ചെയ്യാനുള്ള പോയിൻ്റ് അതുപോലെ തന്നെ ഒരു റെഡ് ഫ്ലാഗ് കാര്യങ്ങളൊന്നുമില്ല സ്റ്റോക്കിൽ. അപ്പം എല്ലാം കൊണ്ടും നല്ലൊരു ഗ്രീൻ സിഗ്നലാണ് ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാൻ സാധിക്കുന്നത്. അപ്പം ബാക്കി ഇതിനെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ PE റേഷ്യോ നമ്മുടെ സെക്ടർ PBനേക്കാളും കുറഞ്ഞ് തന്നെ ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നല്ലൊരു വാലുവേഷനിലാണ് കമ്പനി ലഭിക്കുന്നത്. ഇനി സെക്ടർ PBനേക്കാളും ഇവിടെ PB റേഷ്യോയിൽ നമുക്ക് കുറവ് കിട്ടുന്നുണ്ട്. അതും നല്ലൊരു പോസിറ്റീവ് സൈനാണ്. അതുപോലെ തന്നെ നമ്മുടെ സെക്ടർ ഡിവിഡൻഡ് ഈൽഡായിട്ട് 0.77% ആണ് തരുന്നത്. അപ്പം ഇവിടെ നമുക്ക് ഈ കമ്പനി ഡിവിഡൻഡ് ഈൽഡായിട്ട് 1.74% വരുന്നുണ്ട്. അപ്പം ഈ ഡിവിഡൻഡ് ഈൽഡ് നമുക്ക് സെക്ടറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നല്ലതാണ് തരുന്നത്. അപ്പോൾ ഈ 3 സെക്ടർ PB അതുപോലെ തന്നെ സെക്ടർ ഡിവിഡൻഡ് ഈൽഡ് ഇങ്ങനെയുള്ളതും ഈ സെക്ടറും ഈ കമ്പനിയെ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോഴൊന്നും നമുക്കൊരു പോസിറ്റീവ് സിഗ്നൽ കാണുന്നുണ്ട്. ഇനി നമ്മളിവിടെ അനലിസ്റ്റ് ഇവിടെ പ്രഡിക്റ്റ് ചെയ്യുന്നത് 92% ബൈയിങ് പ്രഡിക്ഷനാണ് നമുക്കിവിടെ കാണിക്കുന്നത്. ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും എന്നാണ് 92% ഫോർകാസ്റ്റ് കാണിക്കുന്നത്. അപ്പം ഇനി നമ്മൾ ഇതിൻ്റെ പ്രൈസ്, ഏണിങ്സ്, റവന്യൂ ഒന്ന് നമുക്ക് നോക്കാം ഫോർകാസ്റ്റ്. ഇപ്പം ഒരുപക്ഷെ 2023 ആകുമ്പോഴത്തേനും ഈ ഒരു മൂവ്മെൻറ്റ് തരാനുള്ള പോസിബിലിറ്റി ഉണ്ടെന്നാണ് കാണിക്കുന്നത്. പ്രൈസിൽ അതിമനോഹരമായിട്ടുള്ള ഒരു പോസിറ്റിവിറ്റി തന്നെയാണ് കാണിക്കുന്നത്. ഏറ്റവും ലോ തന്നെ 10%, ഏറ്റവും ഹൈ അതായത് ഡബിൾ ആവും നമ്മുടെ ക്യാപിറ്റൽ 112%. അപ്പം മീഡിയം ആണെങ്കിലും നല്ലൊരു റിട്ടേൺ ആണ്. 61% ആണ് ഇവരുടെ മീഡിയൻ ആണെങ്കിലും കാണിക്കുന്നത്. മീഡിയൻ പറയുന്നത് നമുക്ക് 185 വരെയാണ്, ഹൈ 244, അതുപോലെ തന്നെ ലോ മിനിമം 127 വരെയുള്ള മൂവ്മെൻറ്റുകളും തരാനുള്ള പോസിബിലിറ്റി ഉണ്ടെന്നാണ്. പക്ഷേ ഇവിടെ റവന്യൂ ഇതിന് മുമ്പത്തുള്ള വർഷങ്ങളുമായിട്ട് മുമ്പിലുള്ള വർഷമായിട്ട് കമ്പയർ ചെയ്യുമ്പം ഇവിടെ റവന്യൂ കുറയാനുള്ള പോസിബിലിറ്റി ഉണ്ട്, അതിവിടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഏണിങ്സിലും കുറവ് വരാനുള്ള പോസിബിലിറ്റി ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പം ഇതിൻ്റെ ഡിമെറിറ്റ്സ് ആണ്. അപ്പം ഇനി നമ്മൾ ഇതിൻ്റെ പിയർ കമ്പനീസ് നോക്കുകയാണെങ്കിൽ പിയർ കമ്പനീസാണ് ബജാജ് ഫിനാൻസ്, അതുപോലെ തന്നെ മുത്തൂറ്റ് ഫിനാൻസ്, ചോളമണ്ഡലം ഇൻവെസ്റ്റ്മെൻറ്റ്, ഇങ്ങനെയുള്ള സ്റ്റോക്സൊക്കെ ഇതിൻ്റെ ഇതേ സെക്ടറിൽ വർക്ക് ചെയ്യുന്ന കമ്പനീസാണ്. അപ്പം ഇതിൻ്റെ ഫിനാൻഷ്യൽ ട്രെൻഡ് എന്ന് പറയുന്നത് നമ്മളിവിടെ റവന്യൂ നോക്കുകയാണെങ്കിൽ റവന്യൂ ഓരോ വർഷവും ഇൻക്രീസ് ചെയ്ത് പോകുന്നുണ്ട് 2021 വരെ. അതുപോലെ തന്നെ പ്രോഫിറ്റ് 2021 വരെ 2018 നിന്ന് ഇൻക്രീസ് ചെയ്ത് പോകുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇപ്പോൾ 2022 അതുപോലെ തന്നെ അടുത്ത വർഷത്തേക്ക് ഒരു ചെറിയൊരു കുറവുണ്ടാകാനുള്ള പോസിബിലിറ്റി ഉണ്ട് നമ്മൾ ഫോർകാസ്റ്റിൽ കണ്ടു. അപ്പം ഇത് പ്രീവിയസ് ഡേറ്റ ആണ് കാണിക്കുന്നത്. അപ്പം ഇനി നമ്മൾ ഇതിൻ്റെ ഹോൾഡിംഗ് ട്രെൻഡ്, പ്രൊമോട്ടർ ഹോൾഡിങ്, അതുപോലെ തന്നെ ഇത് അധികം പ്ലെഡ്ജൊന്നും ആകാത്ത പ്രൊമോട്ടർ ഹോൾഡിങ് പ്ലെഡ്ജ് ആകാത്തതാണ്. അതുകൊണ്ട് തന്നെ ഇതും ഒരു ഗ്രീൻ സിഗ്നൽ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലാസ്റ്റ് 3 മാസത്തിൽ മ്യൂച്വൽ ഫണ്ട് ഹോൾഡിങ് 1.33% ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് ഈ സ്റ്റോക്കിൽ. അത് നമുക്ക് നല്ലൊരു പോസിറ്റിവിറ്റി തന്നെ കാണിക്കുന്നു. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു പാറ്റേൺ നോക്കുകയാണെങ്കിൽ
ഇവിടെ നമ്മുടെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ കഴിഞ്ഞ ലാസ്റ്റ് 3 മന്തിൽ 4.98% ഡിക്രീസ് ചെയ്തു ഇതിൻ്റെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ. അപ്പം ഇതൊരു ഡിമെറിറ്റ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യേണ്ടതാണ്. അപ്പം ഇനി നമ്മുടെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നോക്കുകയാണെങ്കിൽ നമ്മുടെ പ്രൊമോട്ടർ ഹോൾഡിങ് 35% ആണ്. അപ്പോൾ 50% എബോ ആണ് നല്ലൊരു ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ. അപ്പം ഇവിടെ മ്യൂച്വൽ ഫണ്ട് ഇതിൻ്റെ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ മ്യൂച്വൽ ഫണ്ടിൻ്റെ കയ്യിലും ഈ സ്റ്റോക്ക് ഉണ്ട് നല്ലൊരു രീതിയിൽ. അതുപോലെ തന്നെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കയ്യിലും ഉണ്ട്, റീറ്റെയിലിൻ്റെ കയ്യിലും ഉണ്ട്, ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കയ്യിൽ കുറവാണ്. എങ്കിലും ഈ ഒരു ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷനും മ്യൂച്വൽ ഫണ്ടും ഈ ഒക്കെ അവരുടെ കയ്യിലൊക്കെ നല്ല രീതിയിൽ ഈ ഒരു സ്റ്റോക്കിൻ്റെ ഹോൾഡിങ്സ് ഉണ്ട്, പാറ്റേൺ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു പോസിറ്റിവിറ്റി ഈ ഒരു സ്റ്റോക്കിൽ കാണിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഇനി നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ നമ്മൾ സംസാരിച്ചു, മ്യൂച്വൽ ഫണ്ടിൽ ഇൻക്രീസ് ചെയ്തു പെർസെൻറ്റേജ്. അതുപോലെ തന്നെ ഇനി നമ്മൾ ടെക്നിക്കൽ സൈഡിലേക്ക് വരികയാണെങ്കിൽ മണപ്പുറത്തിൻ്റെ 225 ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തത്. അതുപോലെ തന്നെ ഈ 52 വീക്ക് ലോ ആയിട്ട് നമുക്ക് ഈ ഒരു റീജിയൺ ലോ ആയിട്ട് ക്രിയേറ്റ് ചെയ്തു 109, 110 റീജിയൻ. ഇപ്പോൾ ലാസ്റ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് 115. അപ്പോൾ നമുക്ക് ഈ 110 റീജിയൻ ഒരു സപ്പോർട്ട് റീജിയനാണ്. നമുക്ക് ഇവിടെയും കാണാൻ സാധിക്കും ഈ ഒരു റീജിയനിൽ നിന്ന് വന്ന് ഒരു 110 റീജിയനിൽ നിന്ന് വീണ്ടും ഒരു അപ്സൈഡ് മൊമെൻറ്റം തന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു റീജിയൻ ഒരുപക്ഷെ ഒരു നല്ല സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തേക്കാം. അപ്പം ഈ ഒരു റീജിയനിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പം തീർച്ചയായിട്ടും നെക്സ്റ്റ് സപ്പോർട്ട് റീജിയനും അറിഞ്ഞിരിക്കണം. നെക്സ്റ്റ് സപ്പോർട്ട് റീജിയനായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു 75-80 റീജിയനാണ്. അപ്പം ഒരുപക്ഷെ ഇത് ബ്രേക്ക് ചെയ്ത് താഴോട്ടാണ് മൂവ്മെൻറ്റ് തരുന്നതെങ്കിൽ, ഇപ്പം താഴോട്ടാണ് മൂവ്മെൻറ്റ് വരുന്നതെങ്കിൽ നെക്സ്റ്റ് ഈ റീജിയനിൽ നമുക്ക് രണ്ടാമതായിട്ട് ഒന്നും കൂടെ ആവറേജ് ചെയ്യാൻ വേണ്ടി കൺസിഡർ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും മണപ്പുറത്തിന്. അത് കഴിഞ്ഞിട്ട് പിന്നെ അധികം ആവറേജിങ്ങിലേക്കൊന്നും പോകാൻ പാടില്ല. അപ്പം ബാക്കി നിങ്ങൾ മുമ്പോട്ട് വരുമ്പോഴത്തേനും മണപ്പുറത്തിൻ്റെ ഫിനാൻഷ്യൽസും ബാക്കിയുള്ള ബാലൻസ് ഷീറ്റും പ്രോഫിറ്റും റവന്യൂ ഒക്കെ കാര്യങ്ങൾ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കാവുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു 2 റീജിയനാണ് സപ്പോർട്ട് റീജിയൻസ്. അപ്പം ഇവിടെ നിന്ന് ഒരു എൻട്രി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഒരു അപ്സൈഡ് മൊമെൻറ്റം തരികയാണെങ്കിൽ നിങ്ങൾ ഒരു നല്ലൊരു റിട്ടേൺ കിട്ടിക്കഴിഞ്ഞാൽ കുറച്ച് ഹാഫ് ക്വാണ്ടിറ്റിയൊക്കെ വിറ്റ് പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക. ബാക്കിയുള്ള എമൗണ്ട് മാത്രം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് വെക്കുക. വീണ്ടും താഴോട്ടൊരു മൂവ്മെൻറ്റ് വരുവാണെങ്കിൽ വീണ്ടും ആ ഒരു ബാക്കിയുള്ള എമൗണ്ട് വീണ്ടും ഇട്ട് ആവറേജ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം കൂടുതലായിട്ട് ആവറേജിങ്ങിലേക്ക് പോകരുത്. അപ്പം ഈ ഒരു റീജിയൻ ഒരു സപ്പോർട്ട് റീജിയൻ ആയിരുന്നു. അപ്പം വീണ്ടും ഇനി ഒരു അപ്സൈഡ് മൊമെൻറ്റം വരുമ്പം ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പം ഈ ഒരു റീജിയൻ ബ്രേക്ക് ചെയ്തപ്പം ഇതുണ്ടോ, ഈ ഒരു വലിയൊരു കറക്ഷൻ ഉണ്ടായി. അപ്പം സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു കറക്ഷൻ ഉണ്ടാകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സ്റ്റോക്കിൽ ഇതുവരെ ഒരു പോസിറ്റീവ് മൂവ്മെൻറ്റ് വന്നിട്ടില്ല എങ്കിലും നിങ്ങൾക്ക് ഈ ഒരു സ്റ്റോക്ക് നിങ്ങളുടെ കൺസിഡർ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത് നിങ്ങൾക്ക് കൂടുതലായിട്ട് നിങ്ങളുടേതായ അനാലിസിസും കൂടെ നടത്തിയിട്ട് ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി കൺസിഡർ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം ഈ വീഡിയോ കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. അപ്പം ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ കാണുന്നവരെ ഗുഡ് ബൈ ആൻഡ് ജയ് ഹിന്ദ്.